ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിതേ മോർണിംഗിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതുവരെ എണീറ്റില്ലേ എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ സമയം ഏകദേശം എൻ്റെ ഫോൺ നോക്കട്ടെ. ഓക്കെ, രാവിലെ 9 മണി. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് അവനവൻ്റെ പണികൾക്ക് ഇറങ്ങുന്നതാണ്. അവനവൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രഷ് ആവണം, അത്രേ ഉള്ളൂ. അപ്പോൾ വിശാഖിന് ഞാൻ എണീപ്പിച്ചു മുന്തി വിട്ട് നമ്മുടെ പഞ്ചിയില്ലേ, പഞ്ചി ഞാൻ വിട്ടിട്ടുണ്ട്. ഇനി എനിക്ക് ഫ്രഷ് ആവണം, അത് കഴിഞ്ഞ് വീട്ടിൽ പോകണം. എനിക്ക് കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ട്, ത്രോട്ടും അതുപോലെ തന്നെ സൈനസൈറ്റിസിലൊക്കെ ഇൻഫെക്ഷൻ ചെറുതായിട്ട് ഇങ്ങനെ വളരെ ചെറുതായിട്ടുണ്ട്. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മരണം വിട്ടപ്പോൾ ഭയങ്കരമായിട്ടും ചന്ദനത്തിരി കത്തിക്കല്ലോ, അത് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് ഞാനവിടെ നിന്നതിൻ്റെയാണ് ഈ കാണുന്നത്. അത്രയും ഫ്രജൈൽ ആയിട്ടുള്ള അലർജിക് ആയിട്ടുള്ള ഒരാളാട്ടോ ഞാൻ, അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയത്. അപ്പോൾ ഇനി കുളിക്കണം, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. ഇവിടെ പകൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വയ്യാതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകിട്ട് അങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ പോയിട്ട് കുളിക്കട്ടെ, കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. കുളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ തള്ളിയൊന്നും നനയ്ക്കില്ല കേട്ടോ ഇന്ന്, പക്ഷെ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ഒന്ന് 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കിടന്നാണ്. പണി എന്ന് പറയുമ്പോൾ വലിയ പണിയൊന്നുമില്ല, വളരെ ചെറിയ പണികളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തലേന്ന് തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്ന കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ എന്നാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പോയിട്ട് ഞാൻ കുളിച്ചിട്ട് കാണാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് ഭയങ്കര ഓയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക്? ഓയിലല്ല, എൻ്റെ മുഖത്ത് ഗ്ലോ ആണ്, ഗ്ലോ. ഞാൻ ആ സ്റ്റിക്ക് യൂസ് ചെയ്തില്ലേ, ഞാൻ ഷോർട്സ് അപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, മിനിമലിസ്റ്റിൻ്റെ. അതിൻ്റെ ചെറിയൊരു ഞാൻ അത് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ആയിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഓർത്തത് എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. ഇനി വീണ്ടും അവിടെ പോയിട്ട് ഫോൺ എടുത്തിട്ട് വരണം, കാരണം ഫോണില്ലാതെ പറ്റില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക്. നമ്മൾ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, അപ്പോൾ ഫോണില്ലാതെ നടക്കില്ല. അപ്പോൾ ഇനി വീണ്ടും തിരിച്ചു പോകണം. പക്ഷെ തിരിച്ചു പോകുമ്പോൾ വിശാഖുണ്ടാവില്ല, ഞാൻ ഓട്ടോ തിരിച്ച് പോയിട്ട് വേണം എൻ്റെ ഫോൺ എടുത്ത് കൊണ്ടുവരാൻ. ഞാൻ ഫോൺ എടുത്ത് കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെ ഞാൻ ഫോണൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇതേ ഞാൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നീനു വന്നിട്ടുണ്ടായിരുന്നു. നീനു വരുന്ന എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ നീനുവിനെ ഞാൻ കല്യാണത്തിന് അന്ന് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൂടുതൽ വയ്യാതായല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും നീനും കൂടി മേലേക്ക് കയറി. പിന്നെ അവൾക്ക് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ വള അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും എൻ്റെ കുപ്പികളെ കുറച്ചധികം ദിവസമായി ഞാനിങ്ങനെ ഒതുക്കി വെക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നടന്നില്ല. ഇതേവരെ എനിക്ക് മടി പിടിച്ചിട്ടും മേലേക്ക് കയറിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ എനിക്കൊരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവളെയും കൂടി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കുപ്പികളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേരത്തെ അങ്ങനെ അലമ്പായി കിടന്നിരുന്നില്ലേ, അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന കുപ്പിവള. അപ്പോൾ ഇതേ ഞാനിങ്ങനെ ഓരോന്ന് അടുക്കി പെറുക്കി വെക്കുമ്പോൾ അവളിങ്ങനെ ഞാൻ ഊരിയിട്ട് ഇങ്ങനെ ഒരു വലിയ ബോക്സിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ കളർ ഒരുമിച്ചൊന്നല്ല ഇരുന്നത്, പലതും ഇങ്ങനെ സ്പ്രെഡായി കിടക്കായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് എടുത്ത് എനിക്കിങ്ങനെ സെറ്റാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അതിന് മുന്നേ കുപ്പിവള എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് 2-3 തവണ കയറി ചെന്നപ്പോഴും എനിക്കങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഒന്നാമത് അതിന് മടുപ്പാട്ടോ എനിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ഇങ്ങനെ എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ് ഇഷ്ടം. ലൈഫാണ്, അങ്ങനെ നടക്കില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അവൾ ഓരോന്നായിട്ട് എനിക്ക് കുപ്പികളൊക്കെ എടുത്തു തന്നു. ചിലതൊന്നും എനിക്ക് കൊള്ളില്ല. ഞാൻ +2 പഠിക്കുമ്പോഴോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ മേടിച്ച കുപ്പികളൊക്കെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാനങ്ങനെ പൊട്ടിച്ച് കളയാറില്ല. അതുമാത്രമല്ല, ഇത് വാങ്ങുന്ന സാധനങ്ങൾ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ചിലത് നടക്കുള്ളൂ, ചിലത് നടക്കില്ല. ഈ മെറൂൺ കുപ്പികളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് മേടിച്ചതാണ്. അത്രയും കാലത്തെ പഴക്കണം. പക്ഷെ അത് അന്ന് എനിക്ക് കുറച്ച് വലുതായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇപ്പം അത് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്ലിറ്ററുള്ള മാതിരത്തെ ഒരു തമിഴ് ടൈപ്പ് കുപ്പികളൊക്കെ കാണുന്നില്ലേ, അതിൽ ചിലതൊന്നും ഏറ്റവും ഫസ്റ്റ് റോയിൽ ഇരിക്കുന്നതൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഇനി പറയേണ്ട മനുഷ്യർ വളകാപ്പിന് ഇനി വേറെ വളകളൊന്നും മേടിക്കേണ്ട, അതിൽ തന്നെ ഇഷ്ടം പോലെ എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം
ആ ഫസ്റ്റ് റോളിരിക്കുന്നത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഞാനൊരു എനിക്ക് തോന്നുന്നു 22-ലാണോ 23-ലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ആ സമയത്ത് ഞാൻ രാമേശ്വരം പോയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ ബലിയിടാൻ വേണ്ടിയിട്ട് രാമേശ്വരം പോയിട്ടുണ്ടായിരുന്നു. അമ്മ, ദീപ ചേച്ചി, ഞാൻ, പൊന്നു, പിന്നെ പ്രമോദൻ, ദീപ ചേച്ചിയുടെ ഹസ്ബൻഡ്, അങ്ങനെ ഞങ്ങൾ ഇത്ര ആളുകൾ കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വരുന്ന സമയത്ത് ഞങ്ങൾ മധുരയിൽ പോയി. തിരിച്ച് രാമേശ്വരത്ത് നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ പഴനി മധുരയൊക്കെ പോയിട്ടാണ് വന്നത്. അങ്ങനെ മധുരയിൽ പോയപ്പോൾ മധുരയിൽ കുപ്പിവളയ്ക്ക് ഭയങ്കര വില കുറവ്. അങ്ങനെ ഞാൻ മേടിച്ചതായിരുന്നു ആ കുപ്പിവളകളൊക്കെ. പിന്നെ ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് പല ഒക്കേഷൻസിന് മേടിച്ചിട്ടുള്ള വളകളാണ്. ഇതിൽ ചിലതൊക്കെ ഇതുവരെ ഇടാത്തതുണ്ട്, ഇട്ടതുണ്ട്. ഞാനിപ്പോൾ കാണിച്ച വളർന്ന് എനിക്ക് കൊള്ളുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ചെറിയ കൈയായിട്ടുള്ളപ്പോഴാണ് ഇത് ഞാൻ എൻഗേജ്മെൻറ്റിന് ഇടാൻ വേണ്ടി മേടിച്ചായിരുന്നു. പക്ഷെ അന്നത്തെ രാവിലത്തെ ടെൻഷനിൽ ഞാൻ ഇത് ഇടാൻ മറന്നു. ഞാനത് ഓൾറെഡി മുന്നേ ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അന്നൊരു ക്യാമറാമാനെ പോലും സെറ്റാക്കാൻ നമ്മൾ രണ്ടുപേരും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വളയാണ് കേട്ടോ. ഞാൻ എപ്പോഴോ എവിടുന്നോ മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മ, തിരുവരുന്നോ അങ്ങനെ എവിടുന്നോ മേടിച്ചത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അത് അന്ന് എടുത്ത് വെച്ചതുകൊണ്ടേ ഭയങ്കര ടൈറ്റാണ് ബോക്സ്. ഇതിൻ്റെ തന്നെ ഒരു സെറ്റും കൂടി ഉണ്ടായിരുന്നു, സെയിം 2 കൈയിലേക്കുള്ള സെറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ കല്യാണ സമയത്ത് എൻ്റെ കല്യാണത്തിന് തന്നെ ആർക്കും ഇടാൻ വേണ്ടി കൊടുത്തിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. ആരാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇത് കാണുന്നവരാണെങ്കിൽ എനിക്ക് ദയവായി തിരിച്ചു തരണം എന്നൊരു അറിയിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതും എടുത്തു വെച്ചു. പിന്നെ ഞാൻ ഏത് വള മേടിക്കണമെങ്കിലും 2 കൈയിലേക്കും ഇടാനുള്ളത് മേടിക്കും കേട്ടോ. അങ്ങനെ ഒരു ശീലം എനിക്കുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ കുപ്പികളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ അതിലൊരു വൈറ്റ് അതുപോലെ റെഡൊക്കെ കാണുന്നില്ല, ഒരു സിൽവർ ടച്ചിൽ കാണുന്ന ആ വള ഞാൻ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റാണ്. അതായത് ഒരു വീതിയുള്ള 2 വീതിയുള്ള വളകളും അതിന് 2 സൈഡിലിടാവുന്ന ചെറിയ ചെറിയ വളകളും. അതിലേക്ക് ഞാൻ കാണുന്നില്ല ആ റെഡും വൈറ്റും എൻ്റെ കൈയിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അത് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ മേടിച്ചതാട്ടോ. ഡൽഹിയിൽ നമ്മൾ എനിക്ക് തോന്നുന്നു താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണെന്ന് തോന്നുന്നു. അതോ ഇനി താജ്മഹലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സൈഡിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൊടുന്ന് നമ്മളെടുത്ത് വിൽക്കും. ചിലതിന് 50, ചിലത് 45, പലരുടെയും കയ്യിൽ പല റേറ്റാണ്. ചിലത് 60 രൂപയുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ. അത് ഇപ്പോഴും യൂസ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. ഇത് ഞാൻ അച്ഛൻ്റെ അനിയൻ്റെ മോളുണ്ട് ശ്രീതി ചേച്ചിയുടെ കല്യാണ സമയത്ത് മേടിച്ചത്. ശ്രീതി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 2-2.5 വർഷമായി. അതിനുശേഷം 1-2 തവണയും ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഇങ്ങനെ കേട്ടോ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പെറുക്കി എടുത്ത് വെക്കും. ഇതൊക്കെ കേട് വന്നതൊന്നും എടുത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് എടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് ഫ്രഷേഴ്സ് ഡേക്ക് എന്തോ ആങ്കറിങ്ങിൻ്റെ സമയത്തോ അങ്ങനെ എന്തിനോ വേണ്ടി മേടിച്ചതായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ അടുക്കി പറക്കി വെച്ചതിന് ശേഷം ഞാനും നീനും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നീനു വന്നതുകൊണ്ട്. പിന്നെ നീനു എന്നോട് ടാറ്റൊക്കെ പറഞ്ഞ് പോവാണ്. അവൾ 2-3 ദിവസം കുറച്ച് ദിവസം മുന്നേ കല്യാണത്തിന് മുന്നേ തന്നെ എന്നെ കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല മഴ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല മഴ, ഏകദേശം 4:55, 5 മണി ആവാറായി. നല്ല മഴയായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം അതിൻ്റെ പിറ്റേന്നൊക്കെ നല്ല മഴയായിരുന്നു. ഇത് 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷെ നല്ല മഴയായിരുന്നു 2-3 ദിവസമായിട്ട്. ഇന്നും നല്ല മഴക്കാറുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ നല്ല വേനൽ മഴ കിട്ടി. നല്ല ചൂടാണ്. എല്ലാവർക്കും നോമ്പെടുക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ചൂട്. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് ഇരുന്ന് അപ്പോഴത്തേക്കും അമ്മ എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പിന്നെ കണ്ടോ എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്. നമുക്ക് മാറ്റിയെടുക്കണം. നമ്മൾ മാറ്റിയെടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഭീര മഴയായി. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം കുറച്ച് നേരം മഴയൊക്കെ കണ്ടിരുന്ന് പിന്നെ വിശാഖ് വന്നു. ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ വീട്ടിലേക്ക് പോന്നു. ഇത്രയേ ഉള്ളൂ അന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും